നമ്മൾ ഈ വണ്ടികൾ മരത്തിന്റെ ഒക്കെ അടിയിൽ പാർക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചോണം. കാരണം മരത്തിന്റെ ഒക്കെ ഇലകൾ വണ്ടിയുടെ കൗൾ ടോപ്പിന്റെ ഏരിയ വീണിട്ട് ആ ഇലകൾ അവിടെ കിടന്നിട്ട് ദ്രവിച്ച് അത് അസിഡിക് ആയിട്ടുള്ള ഇലകളാണെങ്കിൽ, എസ്പെഷ്യലി പുളി പോലുള്ള മരങ്ങളുടെ ഒക്കെ ഇലകളാണെന്നുണ്ടെങ്കിൽ അത് അവിടെ കിടന്നിട്ട് ആ അസിഡിറ്റി കാരണം ആ കൗൾ ടോപ്പ് ദ്രവിച്ച് ഹോൾ ആവുകയോ അല്ലെങ്കിൽ ജോയിന്റ്സ് വരുന്ന ഭാഗങ്ങൾ, അപ്രോൺ വന്ന് ജോയിന്റ് ആവുന്ന ഭാഗങ്ങളൊക്കെ തുരുമ്പാവുകയോ ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കാൻ പോയ ഒരു ഫ്രീ സ്റ്റൈലിന്റെ കൗൾ ടോപ്പിന്റെ ഏരിയ ആണ് ഈ കാണുന്നത്. ആ ഏരിയ അത്രയും തുരുമ്പിച്ചിട്ട് അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ അത് ഏത് സമയം പൊട്ടാം എന്നൊരു കണ്ടീഷനിലായിരിക്കും. വണ്ടി ചിലപ്പോൾ ഒരു നല്ലൊരു ഗട്ടറിൽ എടുത്തടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോ. അപ്പൊ ഇങ്ങനത്തെ കേസസ് ഒന്ന് ശ്രദ്ധിക്കുക. വണ്ടി എപ്പോഴും പാർക്ക് ചെയ്യുമ്പോൾ ഈ ഷെയ്ഡ്സിൽ പാർക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ ആ കൗൾ ടോപ്പ് ഏരിയ ഇടയ്ക്കെങ്കിലും നമ്മൾ വണ്ടി വാഷ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വാഷ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് അതൊന്ന് ക്ലീൻ ചെയ്ത് വിടാൻ പറയാം. അതല്ലാതെ അതിങ്ങനെ ഇലവീണ് അതിൽ വെള്ളം പിടിച്ച് കിടന്നിട്ട് ഗ്രാജുവലി തുരുമ്പായി പോയിട്ട് ബോഡി റിപ്പയറിലേക്ക് പോകും. ഈ വളരെ ഈസി ആയിട്ടുള്ള ഒരു വർക്ക് അല്ല കൗൾ ടോപ്പിന്റെ ആ ഒരു ഏരിയ വർക്ക് ചെയ്യാന്നുള്ളത്. കാരണം ഡാഷ്ബോർഡ് അയച്ചു മാറ്റണം, ചില സമയങ്ങളിൽ ഗ്ലാസ് അയച്ചു മാറ്റേണ്ടി വരും. ഇതേപോലെ അപ്രോണിന്റെ ജോയിന്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വണ്ടിയുടെ റീസെയിൽ വാല്യൂവിനൊക്കെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോവുക.